ടി സി, ഇതിൽ വേറെ കളിയുണ്ടോന്നൊരു സംശയം. എൻ്റെ ഒരു തോന്നലാണ്. ഇപ്പൊ പാർട്ടിക്കും പോൾസിനും അറിയാം ഞാനല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ ഇലക്ഷൻ കഴിയുന്നവരെ തൽക്കാലം ഇതെൻ്റെ തലയിലിരിക്കട്ടെ എന്നാണെങ്കിലോ. അല്ല, ഞാനെങ്ങാനും ജയിച്ചാലോ? ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്വേഷണം വഴിമാറി ഒറിജിനൽ പ്രതിയെ പിടിച്ച പോരെ? നീ എന്താ ആലോചിക്കണത്? മുഖത്ത് ഓരോമനത്തൊക്കെ ഉണ്ട്, പക്ഷെ പെരുമാറ്റത്തിൽ ഒട്ടുമില്ല. നമ്മളെ അവളെ ഹെലന നടപ്പില് ചെറിയൊരു സ്ത്രീയാണത്, പക്ഷെ അതും സംസാരത്തിലില്ല. കള്ളിയൊന്നുമല്ല, പക്ഷെ കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ല രാമനുണ്ണി. താൻ വേണേ ടൈം പാസിനൊന്ന് വളച്ചു, അത് മതി. ഓ, കഴിഞ്ഞു. വളച്ചു കഴിഞ്ഞാൽ അവള് തന്നെ വിടില്ല. താൻ തന്നെ നൈസായിട്ട് ഊരിക്കണം, അതാ ബെസ്റ്റ്. ഓ, അത് ഞാൻ ഊരിക്കോളാം. ആദ്യം ഞാൻ ഈ കേസിൽ നിന്നൊന്നും ഊരിക്കോട്ടെ. ഓക്കെ, പറ. അപ്പൊ ഊരാനുള്ള വഴി കണ്ടുപിടിച്ചോ? എന്നോട് പറ. കേൾക്കാനുള്ള വെളിവുണ്ടോ തിരുമേനിക്ക്? പിന്നെ ഒരു പെഗ്ഗടിച്ച് ഞാൻ ഫ്രഷ് അവിടെ പോയി കുളിച്ചിട്ട് വന്നേ. ഈ വെളുപ്പിന് 2 മണിക്ക് കുളിക്കാൻ ഞാനൊന്നുമില്ല. ആഹാ, 2 മണിക്ക് കുളിക്കാൻ പറ്റിയൊരു കുളിയുണ്ട്. വാ. ആ വൃത്തിയോട്ടം പറഞ്ഞു കേട്ടോ, കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ലെന്ന്. അവൻ എന്താ ഉദ്ദേശിച്ചത്? കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. നല്ല സുഖം. നല്ല സുഖമുണ്ട്. ഒന്നുകൂടെ മുക്കിയോ? ഒന്നുകൂടെ. രാമനുണ്ണി, ഇപ്പൊ ഞാൻ ഓക്കെ ആയി. ഇനി പറഞ്ഞോ. കൊന്നത് ആരായാലും എന്തിനായിരിക്കും കൊന്നത്? കൊല്ലാൻ വേണ്ടി. ഒന്നുകൂടി തലാനിച്ചേ. എടോ, ഞാൻ കഴിഞ്ഞ പിന്നെ മോഹനെ കൊല്ലാൻ വേണ്ടി ആർക്കൊക്കെ ആയിരിക്കും ഇത്ര കലിപ്പുണ്ടാവുക? അയാള് കുറെ പേരെ കൊല്ലിച്ചിട്ടുള്ളതല്ലേ, അവരുടെയൊക്കെ ആരെങ്കിലും ആയിരിക്കും. അവരാരെങ്കിലും ആണെങ്കിൽ സൈലൻസർ വെച്ച് തോക്ക് വെച്ച് ഇത്ര പ്ലാൻഡ് ആയിട്ട് കൊല്ലൂ? നാട്ടാചാരപ്രകാരം വെട്ടിയോ കുത്തിയാലോ കൊല്ലൂ. എൻ്റെ തോക്ക് വെച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്തിരിക്കുന്നുണ്ട്. മോഹനെ കൊന്നത് കള്ളത്തോക്ക് ഉപയോഗിച്ചാണെന്നുള്ളത് ഉറപ്പാ. അപ്പൊ ഈ ബുള്ളറ്റ് സ്യൂട്ടാവണ്ടേ? എടോ മന്ദബുദ്ധി, ഒരു .32 റിവോൾവറിലെ ബുള്ളറ്റ് ഏത് ബ്രാൻഡ് .32 റിവോൾവറിലും സൂട്ടാവും. കാറ്ററിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസാ. ഓഹോ, അപ്പൊ ഇത്ര ഉള്ളി ബാലിസ്റ്റിക്സ്. മോഹനെ കൊല്ലുകയും വേണം, എന്നെ പെടുത്തുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ളത് ആർക്കാ? രാമനുണ്ണി, അപ്പൊ താൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ, ഉദയഭാനു. വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യം ഉണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ? അപ്പോഴാണ് അവൻ്റെ തലയ്ക്ക് മീതെ കൂടി എന്നെ പ്രതിഷ്ഠിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? ഇതവൻ തന്നെയാ, അതുറപ്പാ. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന്.